എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാൽക്കൊഴുക്കട്ടയുടെ റെസിപ്പിയാണ്. നേന്ത്രപ്പഴം കൊണ്ടാണ് ഞാൻ ഈ പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത 2 പഴമാണ് അതിനെടുത്തിട്ടുള്ളത്. അതൊന്ന് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് പുഴുങ്ങിയെടുക്കാം. ആ സമയം കൊണ്ട് തേങ്ങാപ്പാലെടുക്കാം. ഒരു ചെറിയ തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യത്തെ പാലെടുത്ത് മാറ്റി ഒരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ടാമത്തെ പാലും എടുത്തിട്ടുണ്ട്. ഇത് ഇനി അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇനി വേവിച്ച് വെച്ച പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. ഇതിനെ നന്നായിട്ട് കൈ കൊണ്ട് ഒന്ന് ഉടച്ചെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ചമ്പാവരി പൊടിച്ച് വറുത്ത് വെച്ചിട്ടുള്ളതാണ്. അത് നമ്മൾ കുഴയ്ക്കണതിനനുസരിച്ച് നല്ല കട്ടിയിൽ കിട്ടുന്നത്ര മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 സ്പൂണ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് കൊഴുക്കട്ട നമ്മളെടുത്ത് കഴിക്കുമ്പോൾ ചെറിയ ഒരു തേങ്ങയുടെ ടേസ്റ്റും കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കും. ഇനി നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കുഴയ്ക്കുക. കുറച്ച് ലൂസുണ്ട്. ഇനി ഒരു 2 സ്പൂണ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉരുട്ടുമ്പോൾ കറക്റ്റായിട്ട് കിട്ടുന്ന പാകത്തിന് വേണം കുഴയ്ക്കേണ്ടത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഈ ഒരു പാകത്തിന് വേണം കുഴയ്ക്കേണ്ടത്. ഇനി ഇത് ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെച്ച തേങ്ങാപ്പാൽ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കാം. വേറെ മധുരം ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് 1 സ്പൂണ് കണ്ടൻസ് മിൽക്കും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പഴം വെന്ത് വരുമ്പോൾ തന്നെ നല്ല മധുരം ഉണ്ടാവും. ഇനി ഉരുട്ടി വെച്ച കൊഴുക്കട്ട അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് സമയം അങ്ങനെ ഇട്ടേക്കുക. ഒന്ന് നല്ലപോലെ തിളച്ചതിന് ശേഷം ഇളക്കി കൊടുത്താൽ മതിയാകും. ആദ്യമേ തന്നെ ഇളക്കിയാൽ ചിലപ്പോൾ പൊടിഞ്ഞു പോകും. ഇത് ഇനി നല്ലപോലെ ഒന്ന് വെന്ത് കുറുകി വരണം. കൊഴുക്കട്ടയെല്ലാം വെന്ത് കുറുകി വരുമ്പോൾ നല്ല കട്ടിയിൽ വരും. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കലക്കിയത് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വെന്ത് വരുന്നുണ്ട്. ഇപ്പോൾ വന്ന് കുറുകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആദ്യത്തെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. അത് പാലൊഴിച്ച് കഴിഞ്ഞാൽ തിളയ്ക്കാൻ നിൽക്കേണ്ട, സ്റ്റൗ ഓഫാക്കാം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തണുത്തതിന് ശേഷം വിളമ്പാവുന്നതാണ്. ചെറിയ ചൂടോടുകൂടി കുടിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ്. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഡെസേർട്ടാണത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതട്ടെ. താങ്ക് യു.